സമുദ്രത്തിനുള്ളിലെ വിവാഹക്കുപ്പായം. ഏരാബോൺ എന്ന രാജ്യത്തിൽ ഒരു കാലത്ത് മോണൈറ്റ് എന്ന പേരുള്ള ഒരു യോദ്ധാവ് താമസിച്ചിരുന്നു. അവൻ യുവാവും ധൈര്യശാലിയും കാണാൻ സുന്ദരനുമായിരുന്നു. പക്ഷെ അവനെ ഒരിക്കലും അവന്റെ ദുഷ്ടനായ രാജാവ് ക്ലൗഡ് അവനെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. മോണൈറ്റിന് ഒരു ഗോഡൌ എന്നു പേരുള്ള കുതിരയുണ്ടായിരുന്നു. ഗോഡൌ ഒരു സാധാരണ കുതിരയല്ലായിരുന്നു. അവന് ബുദ്ധിയുടെ ശക്തി കൊടുത്തിരുന്നു. ഒരു ഉച്ച സമയം മോണൈറ്റ് ഗോഡൌവും കാട്ടിലായിരുന്നു. ഈ കാലാവസ്ഥ എന്ത് സുന്ദരമാണ്! എന്ത് നല്ല സൂര്യപ്രകാശം! എന്ത് തോന്നുന്നു ഗാഡോ? അത് സുന്ദരമാണ് യജമാനേ. നമ്മൾക്കുള്ളിൽ കാട്ടിലേക്ക് പോകാം. നമുക്ക് അവിടെ കുറച്ച് പഴങ്ങൾ കഴിക്കാം. ഗോഡൌ കാട്ടിലേക്ക് കുതിച്ചു. മോണൈറ്റ് അവിടെ പഴങ്ങൾക്കായി തിരഞ്ഞു. പെട്ടെന്ന് തന്നെ മോണൈറ്റ് ഒരു തിളക്കമേറിയ തൂവൽ കണ്ടു. എന്ത് സുന്ദരമായ തൂവൽ! ഇത് കണ്ടിട്ട് തീ എന്റെ കയ്യിൽ പിടിക്കുന്നത് പോലെയുണ്ട്. എനിക്ക് പൊള്ളുന്നുമില്ല. അത് അപൂർവമായ ഫയർ ബേർഡിന്റെ തൂവലാണ്. ഇത് എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല. അതാണോ? ഇത് ഞാൻ രാജാവ് ക്ലോഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അവസാനം അദ്ദേഹം എനിക്ക് കുറെ സ്വർണം തരും, സമ്മാനിക്കും. യജമാനെ, എനിക്കറിയാം അങ്ങേക്ക് രാജാവിന്റെ അംഗീകാരം വേണമെന്ന്. എന്തായാലും ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ഈ തൂവൽ കൊണ്ടുപോകരുത് എന്ന്. കാരണം ഇത് കഷ്ടം മാത്രമേ വരുത്തൂ. ഗാഡോട്ട്, നീ കരുതുന്നു ഈ സുന്ദരമായ തൂവൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരുമെന്ന്? എനിക്ക് തോന്നുന്നു ഇത് വേറൊന്നും കൊണ്ടുവല്ല, ധനം മാത്രം. ഇത് അങ്ങയുടെ ഇഷ്ടം പോലെ യജമാനെ. എനിക്ക് തോന്നുന്നു അത് നല്ല ഒരു കാര്യമാണ്. വാ പോകാം ഗാഡോ. ഗോഡൌട്ടും മോണൈറ്റും തിരിച്ചു കൊട്ടാരത്തിലേക്ക് കുതിച്ചു, അവർക്ക് എന്താണ് കിട്ടിയതെന്ന് കാണിക്കാൻ. മോണൈറ്റ് ആ ഫയർ ബേർഡിന്റെ തൂവൽ ആ കുരുട്ട് ബുദ്ധിക്കാരനായ രാജാവിന് കൊടുത്തു. മഹാരാജൻ, ഞാൻ ഈ സുന്ദരമായ തൂവൽ അപൂർവമായ ഫയർ ബേർഡിന്റെ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്നു. ഇത് അങ്ങയുടെ നിലവാരത്തിന് യോജിച്ചതാണ്. വളരെ നന്നായി മോണൈറ്റ്. ഇത് തീർച്ചയായും ധൈര്യത്തിന്റെ പ്രവൃത്തിയാണ്. പക്ഷേ ഇത് മാത്രമല്ലല്ലോ ഒന്നും തെളിയിക്കുന്നത്. നിനക്ക് ആ തൂവൽ കൊണ്ടുവരാമെങ്കിൽ നിനക്ക് തീർച്ചയായും ആ കിളിയെയും കൊണ്ടുവരാനാകും. എനിക്ക് ആ കിളിയെ വേണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ സിംഹമടയിലിടും. മോണൈറ്റ് രാജാവിന്റെ ആഗ്രഹം കേട്ട് അതിശയിച്ചു. ആ ദേഷ്യമേറിയ മഹാനായ പക്ഷിയെ കൊണ്ടുവരുന്നത് അസംഭവ്യമായിരുന്നു. മോണൈറ്റ് ദർബാറിൽ നിന്നും വെളിയിലിറങ്ങി കണ്ണു തുടച്ചു. എന്താണ് കുഴപ്പം യജമാനെ? രാജാവ് എന്നോട് ആ ഫയർ ബേർഡിനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് മഹാനായ പക്ഷിയെ കൊണ്ടുവരിക? എന്നെ അവർ സിംഹത്തിന്റെ മടയിലേക്ക് എറിയാൻ പോവുകയാണ്. പേടിക്കേണ്ട യജമാനെ, അങ്ങയുടെ രാജാവിനോട് പറയൂ, 100 സഞ്ചി മെയ്സ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വലിയ പാടത്തിന്റെ മുകളിലൂടെ എറിയാൻ പറയൂ. അദ്ദേഹത്തിന് ആ പക്ഷിയെ കിട്ടും. മോണൈറ്റ് രാജാവിന്റെ അടുത്തെത്തി അതേ കാര്യം ആവശ്യപ്പെട്ടു. ശരിയെങ്കിൽ. അടുത്ത ദിവസം രാജാവിന്റെ ആൾക്കാർ കൽപ്പന പോലെ പാടത്ത് മെയ്സ് വിതറിയിരുന്നു. ഇനി നമ്മൾ വൈകുന്നേരം വരെ കാത്തിരിക്കണം. ഗോഡൌവും മോണൈറ്റും ക്ഷമയോടെ ഇരുന്നു. പെട്ടെന്ന് തന്നെ അവർ പാടത്ത് ഒരു വലിയ നിഴൽ കണ്ടു. അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ ആ മഹാനായ ഫയർ ബേർഡ് ആ മെയ്സ് കഴിക്കാനായി വന്നിരുന്നു. അവർ അതിശയത്തോടെ നോക്കി നിന്നു. അവസാനം ഗോഡൌ പറഞ്ഞു, വല കൊണ്ടുവരൂ. മോണൈറ്റ് വല കൊണ്ടുവന്ന ഫയർ ബേർഡിനെ പിടിച്ചു. അഹങ്കാരത്തോടെ മോണൈറ്റ് അതിനെ കൂട്ടിലടച്ച് അതിനെ രാജാവിന്റെ മുന്നിലെത്തിച്ചു. ഇതാ പിടിച്ചോളൂ മഹാരാജൻ. ഈ മഹാനായ പക്ഷി ഒരിക്കൽ ആകാശത്തിന്റെ സ്വന്തമായിരുന്നു, ഇപ്പോൾ അങ്ങേക്ക് സ്വന്തമാണ്. ഇത് സുന്ദരം തന്നെയാണ്. നീ ധൈര്യശാലിയുമാണ്. പക്ഷേ പരിശീലനം കഴിഞ്ഞിട്ടില്ല. അഥവാ നിനക്ക് കിളിയെ കൊണ്ടുവരാമെങ്കിൽ നിനക്ക് കോസ്റ്റിൽ താമസിക്കുന്ന രാജകുമാരി വസീലിയയെ കൊണ്ടുവരാം. അവളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവാ, അല്ലെങ്കിൽ സിംഹത്തിന്റെ മണ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. മോണൈറ്റ് ഈ തവണ വളരെയധികം ഭയന്നു. എനിക്കൊരു കിളിയെ തട്ടിപ്പിടിക്കാൻ സാധിക്കും, പക്ഷെ എങ്ങനെയാണ് ഒരു രാജകുമാരിയെ കളിപ്പിക്കുക? മോണൈറ്റ് ആ കാര്യം ഗോഡൌട്ടിനോട് പറഞ്ഞു. ഗോഡൌട്ട് തലയാട്ടിയിട്ട് പറഞ്ഞു, ഇതൊരു പ്രശ്നമൊന്നുമല്ല. പ്രശ്നം വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. രാജാവിനോട് ഒരു ഡ്രാഗന്റെ ശ്വാസം തരാൻ പറയൂ. ഒരു ടെന്റ്, കുറച്ച് പൂക്കൾ. നമുക്ക് രാജകുമാരിയെ ഉറക്കിക്കിടത്താം. മോണൈറ്റ് ചെന്ന് അതാവശ്യപ്പെട്ടു. രാജാവ് കുറച്ചതിശയിച്ചു. പക്ഷെ രാജാവ് അവൻ ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തു.
മൊണേറ്റും ഗോഡേറ്റും തീരത്തെത്തി. അവർ കണ്ടു രാജകുമാരി ബസിൽസയെ ഒരു വെള്ളി വള്ളത്തിൽ, അതും സ്വർണത്തുഴയും പിന്നെ പാട്ടും പാടിക്കൊണ്ട്. ഓ സൂര്യന്റെ പ്രകാശം എനിക്ക് തിളക്കം തരുന്നു, ഓ ഈ പ്രകൃതി എനിക്ക് അനുഗ്രഹം നൽകുന്നു. മൊണേറ്റ് രാജകുമാരിയെ അതിശയത്തോടെ നോക്കി, കാരണം അവളുടെ അത്രയും സുന്ദരിയായ ആരെയും കണ്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തയ്യാറാക്കിയ ടെന്റിൽ പൂക്കൾ വെക്കൂ. പെട്ടെന്ന് തന്നെ രാജകുമാരി തീരത്തേക്ക് വന്നു. അതേ സമയം കൊണ്ട് മോണറ്റും ഗോഡറ്റും ഒരു ടെന്റ് കെട്ടി അവൾക്കായി കാത്തിരുന്നു. അങ്ങേക്ക് കുറച്ച് പൂക്കൾ വേണമോ മഹാറാണി? ഞാനത് അങ്ങേക്കായി പറിച്ചതാണ്. ഓ എന്ത് സുന്ദരമായ റോസാപ്പൂക്കൾ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. മോണേറ്റ് അവൾക്ക് ആ പൂക്കൾ കൊടുത്തതും അവൾ അതിനെ മണത്തു നോക്കി. അവൾക്കറിഞ്ഞുകൂടായിരുന്നു ഡ്രാഗന്റെ ശ്വാസം അതിന്റെ ഇതളുകളിൽ തളിച്ചിരുന്നു എന്ന്. അവൾ അത് മണത്തതും അവൾക്ക് ഉടൻ തലകറങ്ങി. ഓ എനിക്ക് വളരെ ഉറക്കം വരുന്നു. അവൾക്ക് ബോധം കെട്ടപ്പോൾ ബോണേറ്റ് അവളെ ചെന്ന് പിടിച്ചു. ഗോഡേറ്റും മോണേറ്റും തിരിച്ച് രാജകുമാരിയെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. അവർ രാജകൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ രാജാവ് ക്ലൗഡ് അതിശയിച്ചു. ആരെങ്കിലും കൊട്ടും കുരവയും കൊണ്ടുവരൂ, എന്റെ രാജകുമാരി വന്നിരിക്കുന്നു. ആൾക്കാർ മണിയടിച്ചു. അത് ബസിൽസയെ എഴുന്നേൽപ്പിച്ചു. ഓ ഞാൻ എവിടെയാണിത്? നീ നിന്റെ വരന്റെ അടുത്താണ്. വരനോ? അതെ രാജകുമാരി, നീയായിരിക്കും ഞാൻ വിവാഹം കഴിക്കുന്നയാൾ. എന്ത്? എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? എനിക്ക് എന്റെ വിവാഹ കുപ്പായത്തിലെ വിവാഹം കഴിക്കാൻ സാധിക്കൂ. ഓ അതിനെക്കുറിച്ച് പേടിക്കണ്ട, ഞാൻ കൊട്ടാരത്തിലെ രാജകീയ തയ്യൽക്കാരെ അയക്കാം. അവർ നിനക്കായി സുന്ദരമായ ഒരു കുപ്പായം തയ്ച്ചു തരും. എന്നോട് ക്ഷമിക്കൂ മഹാരാജൻ, പക്ഷേ എന്റെ വിവാഹ കുപ്പായം ഏറ്റവും സുന്ദരമാണ്. അതിന് പകരം വെക്കാൻ സാധിക്കില്ല. അത് സമുദ്രത്തിന്റെ തളത്തിൽ വലിയൊരു കല്ലിന്റെ കീഴിൽ വെച്ചിരിക്കുന്നു. അതങ്ങ് എനിക്കായി കൊണ്ടുവന്നാലേ ഞാൻ അങ്ങയെ വിവാഹം കഴിക്കൂ. മോണേറ്റ്, റാണി പറഞ്ഞത് കേട്ടില്ലേ നീ? ഈ ഉടനടി തന്നെ എനിക്ക് ആ കുപ്പായം കൊണ്ടുതരൂ. പക്ഷെ ഇത്തവണ ഞാൻ നിന്റെ ഒരു ആവശ്യവും നിറവേറ്റില്ല. ആ കുപ്പായം എനിക്ക് കൊണ്ടുതരൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ മലമ്പാമ്പിനിട്ട് കൊടുക്കും. മോണേറ്റ് അതിശയിച്ചു. ഗോഡറ്റ് അതെല്ലാം കേട്ടിരുന്നു. അതാണ് കാര്യം. എനിക്കിപ്പോൾ അറിയാം എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നതെന്ന്. ഗോഡറ്റ് തീരത്തേക്ക് വേഗതയോടെ ഓടി. നീ എന്താണ് ഈ കാണിക്കുന്നത്? കണ്ടോ? കണ്ടുകൊണ്ടിരുന്നു. നീ എന്താണ് ഈ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ തിരമാലകൾ അടിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഒരു വലിയ ഞണ്ട് അവിടെ വന്നു. ഹലോ റാറി. കേട്ടോ എന്റെ കൂട്ടുകാരാ, എത്ര കാലമായി നിന്നെ കണ്ടിട്ട്. സന്തോഷമായി. എനിക്ക് പറയൂ, എന്താണ് സഹായം നിനക്ക് വേണ്ടത്? രാജകുമാരി വസീലസ വിവാഹതയാകാൻ പോകുന്നു. നീ ഇവിടെ വിവാഹ കുപ്പായത്തിനാണ് വന്നത്? തീർച്ചയായും. ലാരി അവിടെ കിടന്ന് ആടാൻ തുടങ്ങി. അപ്പോൾ രണ്ട് വേറെ ഞണ്ടുകളും കൂടെ അവിടേക്ക് വന്നു. ഇനി നിനക്ക് ഞങ്ങളുടെ സഹായമുണ്ട്, പക്ഷെ ഏറ്റവും ധൈര്യശാലിക്കേ അത് സാധിക്കൂ. ഞാൻ ആ വിവാഹ കുപ്പായം എടുക്കാൻ കൂടെ വരാം. ലാരി തലയാട്ടുന്നു. എന്നിട്ട് മോണേറ്റിന് ഒരു മാന്ത്രിക മരുന്ന് കൊടുത്തു. ഇന്നാ പിടിച്ചോ. ഇതാണ് പറയുന്നത് വെള്ളത്തിന്റെ അടിശ്വാസം എടുക്കുന്ന മരുന്ന്. ഇത് കുടിച്ചാൽ നിനക്ക് വെള്ളത്തിന്റെ അടിയിൽ ശ്വാസം എടുക്കാൻ സാധിക്കും. മോണേറ്റ് ആ മരുന്ന് കുടിച്ചിട്ട് നേരെ വെള്ളത്തിന്റെ അകത്തേക്ക് ചാടി. ഉള്ളിലേക്ക് നീങ്ങി അവർ നീന്തുമ്പോൾ മോണേറ്റ് ഏറ്റവും വലിയ കല്ല് കണ്ടുപിടിച്ചു. അവൻ അത് എളുപ്പത്തിൽ പൊക്കി. അപ്പോൾ ഞണ്ടുകൾ കുപ്പായം എടുത്തു. ഇതാ ഞാൻ വന്നു രാജാവ് ക്ലോഡ്. മോണേറ്റ് വെള്ളത്തിൽ നിന്നും വെളിയിൽ വന്നു. ആ ഞണ്ടുകൾ അവന്റെ പിറകെ വന്നു. അവസാനം ആ കുപ്പായം കിട്ടി. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുടെ അവസാനത്തേക്ക് എത്തിയിരിക്കുന്നു. എത്തിയെന്നോ? എത്തിക്കൊണ്ട് തീർന്നില്ല. കാരണം ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഒഴിവാക്കാൻ വേണ്ടി. ശരി എങ്കിൽ ആശംസകൾ. നിന്നെ പിന്നെ കാണാൻ ഞാൻ. ഇല്ല, ആ പ്രശ്നങ്ങൾക്ക് എനിക്ക് നിന്റെ സഹായം വേണം. എന്താണത്? ഗോഡറ്റ് അവന്റെ പദ്ധതി ലാറി എന്ന ഞണ്ടിനോടും മോണേറ്റിനോടും പറഞ്ഞു. അത്രയുള്ളോ? ഇത് വളരെ എളുപ്പമായ കാര്യമല്ലേ. വരൂ നമുക്ക് പോകാം. ഗോഡേറ്റും മോണേറ്റും വിജയഭരിതരായി രാജ്യത്തേക്ക് പോയി.
മഹാരാജാവേ, മഹാറാണി, ഞാൻ രാജകുമാരിയുടെ വിവാഹത്തിന്റെ കുപ്പായം സമുദ്രത്തിൽ നിന്നും കൊണ്ടുവന്നു. അങ്ങ് സന്തുഷ്ടനായി എന്ന് കരുതുന്നു. നന്നായി. രാജകുമാരി ഇനി എന്റെ റാണിയായി മാറും. രാജകുമാരിയും സന്തോഷത്തോടെ കഴിയും. പക്ഷെ ഞാൻ ഇത് തരുന്നത് അഥവാ നിങ്ങൾ രാജ്യത്തോട് ക്ഷമ ചോദിച്ചാൽ മാത്രമാണ്. ക്ഷമ ചോദിക്കാനോ? എന്തിന്? ഞാനൊരു മഹാനായ രാജാവാണ്. നീ എന്നോടാണോ ക്ഷമ ചോദിക്കാൻ പറയുന്നത്? ഞാൻ അത് ചെയ്യുന്നില്ല. ശരിയെങ്കിൽ എന്റെ കയ്യിൽ വേറെ മാർഗമില്ല. പെട്ടെന്ന് തന്നെ ഞണ്ടുകൾ അവരുടെ കൈകൊണ്ട് നേരെ ദർബാറിലേക്ക് വന്നു. എന്താണ് ഈ വൃത്തികെട്ട ഞണ്ടുകൾ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങളല്ല വൃത്തികെട്ടത്, ഇവനെ ആക്രമിക്കൂ. ആ ഞണ്ടുകൾ രാജാവിന് നേരെ ചെന്നു. അവൻ ഓടി രക്ഷപ്പെട്ടു. എന്നെ വെറുതെ വിടൂ ഞണ്ടുകളെ. ഭടന്മാരെ, അവരെ പിടിക്കൂ. ഭടന്മാർ അവരെ തടയാനായി ചെന്നു. പക്ഷെ തള്ളി താഴെയിട്ടിരുന്നു. രാജാവിനെ ബാൽക്കണി വരെ ഓടിച്ചു. ആ ഞണ്ടുകൾ അവനെ വളഞ്ഞിരുന്നു. എങ്കിൽ പറയൂ. പറയൂ. ശരി ശരി, ഞാൻ ഒരു ദുഷ്ടനായ കള്ളനായ രാജാവാണ്. എന്നോട് ക്ഷമിക്കൂ. കിരീടം ഊരി വെക്കൂ. ഇല്ല. ശരി ശരി, ഞാൻ ഊരാം. കാലക്കി, ഇനി നമ്മൾക്ക് ഇവനെ തുറങ്കല്ലിലേക്ക് കൊണ്ടുപോകാം. രാജാവ് ക്ലൗഡിനെ തുറങ്കലിൽ കൊണ്ടുപോയി ബന്ദിയാക്കിയിരുന്നു. ഇനി ഏതെങ്കിലും പ്രശ്നം വരാനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. രാജകുമാരി വസിൽസ മോണേറ്റിനോട് നന്ദി പറഞ്ഞു. ഓ, വളരെ നന്ദി. നീ ഒരു ധൈര്യശാലിയായ യുവാവാണ്. അത് എന്നോട് നന്ദി പറയണ്ട. ഇത് എന്റെ കൂട്ടുകാരൻ ഗോഡറ്റ് ദ പവർ ഓഫ് ഹൗസ് ആണ്. ലാരി എന്ന ഞണ്ട് അവരെ സഹായിച്ചു. രാജകുമാരി വസിൽസ ഗോഡറ്റിനെയും ലാരിയെയും നോക്കി ചിരിച്ചു. പക്ഷേ രാജകുമാരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെ. അങ്ങ് അയാളുടെ ഭാര്യയാകാൻ എന്തിനാണ് സമ്മതിച്ചത്? അവൻ നിങ്ങളെ തട്ടിക്കൊണ്ടു വന്നതെന്ന് അറിയാമായിട്ടും. അത് കേട്ടതും രാജകുമാരി വസിൽസ ചിരിച്ചു. അങ്ങനെ ലാരിയും. മോണേറ്റും ഗോഡറ്റും സംശയിച്ചു. എന്താണ് സംഭവിക്കുന്നത്? അതെ, ഞാൻ എന്റെ വിവാഹത്തിന്റെ കുപ്പായം സമുദ്രതീരത്ത് വെച്ചതിന്റെ കാര്യം എന്താണെന്നോ? ഞാൻ സ്നേഹിക്കുന്ന ആളെ വിവാഹം കഴിക്കാനാണത്. ആ കുപ്പായം എന്റെ നല്ല കൂട്ടുകാരനായ ലാരിയുടെ നിരീക്ഷണത്തിലായിരുന്നു. ലാരി നിങ്ങളുടെ കൂട്ടുകാരനാണോ? അതെ, ഞാൻ അവനോട് പറഞ്ഞിരുന്നു, അഥവാ ആരെങ്കിലും ഞാനല്ലാതെ കുപ്പായം എടുക്കാൻ വന്നാൽ മനസ്സിലാക്കണം, ഞാനൊരു വിവാഹത്തിന് പ്രേരിപ്പിക്കപ്പെടുന്നുവെന്ന്. നീ എന്നെ വന്ന് രക്ഷിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ കഥ ഇവിടെ തീരുന്നു. മോണേറ്റ് ഏരാബോണിന്റെ പുതിയ രാജാവായി പ്രഖ്യാപിച്ചു. അവരിടയ്ക്കിടയ്ക്ക് വസിൽസയെ പോയി കാണുമായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. അത് ഗോഡറ്റും ലാരിയുടെയും കാര്യം. അത് നിങ്ങൾ കണ്ടോളൂ. നീ എന്നോട് നിന്റെയും രാജകുമാരിയുടെയും പദ്ധതിയെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. ഈ അവസാനത്തിനായി കാക്കാതെ. ഞാൻ എന്റെ രാജകുമാരിയോടുള്ള കടമ നിർവഹിക്കുകയാണ്. ഓ, അങ്ങനെയോ? അപ്പോൾ നമ്മുടെ കടമയോ? നമ്മുടെ കൂട്ടോ? നീ എന്നെ ഒരു മണ്ടൻ. ഇതാ ഇവൻ വീണ്ടും തുടങ്ങി.